സ്ഥലം എന്ന് പറയുന്നത് ജനവാസ മേഖലയാണ്. നിരവധി കെട്ടിടങ്ങളുണ്ട്, നിരവധി ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ നമ്മൾ ഈ മെഡിക്കൽ കോളേജിനെയും ഹോസ്പിറ്റലിനെയും ഒക്കെ കാര്യം പറയുന്നതിനപ്പുറത്തേക്ക് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കൂടിയിട്ടുണ്ടോ? അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ എങ്ങനെയാണ്? ഈ വിമാനം വീണതിന് ഏതാണ്ട് ഒരു 100 മീറ്റർ അപ്പുറത്ത് ഒരുപാട് വീടുകളുള്ള സ്ഥലമാണ്. അവിടെ ആളുകൾ താമസമുണ്ടായിരുന്നു, ആളുകൾ സജീവമായി കൈകാര്യം ചെയ്യുന്ന ഇടമാണ്. പക്ഷെ അങ്ങോട്ടേക്ക് ഒരുപാട് വീടുകളുള്ള ഭാഗത്തല്ല വിമാനം വീണത്, ഈ കെട്ടിടത്തിന് മുകളിലേക്കാണ്. ഈ കെട്ടിടം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഹോസ്റ്റലിൻ്റെ മെസ്സ് പ്രവർത്തിക്കുന്ന കെട്ടിടമാണ്. അതുകൊണ്ട് ഈ 1:40 അപകടം സംഭവിച്ചത്. 1:40 എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ പോലെ തന്നെ ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയുള്ള സമയത്താണ് കൂടുതലായും ആളുകൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടി സമയം തിരഞ്ഞെടുക്കുക. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയ ഏതാണ്ട് 100-ലധികം ആളുകൾ ആ ഭാഗത്തുണ്ടായിരുന്നു. ആ മെസ്സിനകത്തുണ്ടായിരുന്നു എന്നല്ല, മെസ്സിനകത്തും പുറത്തും സമീപത്തും ഒക്കെ ആയിട്ട് 100-ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാർക്ക് പുറമെ അപകടത്തിൽപ്പെട്ടത് ആ ആളുകളാണ്. നമുക്കതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. പാതി കഴിച്ച് ബാക്കി വെച്ച ഭക്ഷണത്തിൻ്റെ പ്ലേറ്റുകൾ കാണാം, തകർന്ന് തരിപ്പണമായി പോയ മേൽക്കൂര കാണാം. അങ്ങനെ കുറേയേറെ ദുഃഖഭരിതമായ, ഇന്ന് കണ്ടത് മുഴുവൻ ദുഃഖഭരിതമായ കാഴ്ചയാണ്. എന്നാൽ ആ കാഴ്ച കാണുമ്പോൾ കുറേ കൂടി സങ്കടം തോന്നുന്നുണ്ട്. എന്തായാലും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വിമാനം ഒരു തീഗോളം താഴേക്ക് പതിച്ചത്. അതിൽ ഒരുപാട് പേർക്ക് അതിഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്, ചിലർ മരണപ്പെട്ടിട്ടുണ്ട്, ചിലരുടെ പരിക്ക് ഗുരുതരമല്ല. ഇതാണ് അവിടെ നിന്നുള്ള അവസ്ഥ. അതിനപ്പുറത്തേക്ക് ആശുപത്രിയുടെ ഹോസ്റ്റൽ കെട്ടിടത്തിന് പുറത്തേക്ക് അപകടം പോയിട്ടില്ല. അതായത് നാട്ടുകാരായിട്ടുള്ള ആളുകളെ ഈ അപകടം കാര്യമായി ബാധിച്ചിട്ടില്ല. വിമാനം വീഴുന്നത് കുറച്ചുകൂടി അപ്പുറത്തെ ഭാഗത്തായിരുന്നുവെങ്കിൽ ഏതാണ്ട് ഇതിലും അധികം ആളുകൾ പരിക്ക് പറ്റുകയോ മരണപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. ഇപ്പോൾ തന്നെ സംഭവിച്ചത് ദുരന്തമാണ്. ഇതിലും വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. എങ്കിലും ഈ വിമാനം വീണത് ഈ കെട്ടിടത്തിന് മുകളിലായതുകൊണ്ട്, ഒരു കെട്ടിടത്തിന്റെ മുകളിൽ മാത്രമായതുകൊണ്ട്